താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ജനാധിപത്യമാണ് അതിൻ്റെ വലിയ ശക്തിയാണ് ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത കാര്യത്തിലൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞതിൽ ഒരു സംശയം ചോദിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലൂടെയാണ് MLA മാർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ MLA മാർ തെരഞ്ഞെടുത്ത പേര് എന്തായിരുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. ആ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുന്നത് എങ്ങനെയാണ് ജനാധിപത്യപരമാകുന്നത്? നോക്കൂ ഡോക്ടർ, ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ചർച്ചയാണ്, അല്ലെങ്കിൽ അവിടെ ആരെയാണ് പേര് നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറയുന്ന ഈ കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും MLA മാർ ഇതാ ഞങ്ങൾ പേര് നിർദ്ദേശിച്ച ആളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നത്, അവർക്കാണ് ഭൂരിപക്ഷം, അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിവാദങ്ങൾ ഈ സമയം വരെ ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? അതായത് ഈ പറയുന്ന കോൺഗ്രസ് എന്തായിരുന്നു അത് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ജനാധിപത്യം പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് എന്നും അതിന്റെ കാവലാളായി പറയാൻ പറ്റുന്ന ഭാഷയിൽ പറഞ്ഞു റെജിൻ. ജനവികാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസം ചർച്ച ചെയ്തു? ഹൈക്കമാൻഡ് തന്നെ അവസാനം പറഞ്ഞത് എന്താണ്? ദീപാദാസ് മുൻഷി പറഞ്ഞത് എന്താണ്? ഭൂരിപക്ഷം KCക്കാണ് എന്നാണ്. എന്നിട്ട് മുഖ്യമന്ത്രി ആയത് മറ്റൊരാളെന്ന് പറയുമ്പോൾ ഇനി ഓരോരുത്തരുടെ അടുത്ത് പറയണോ? അതെ, ഞാൻ പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ. ഈ പറയുന്ന ജനവികാരങ്ങൾ, ആ ജനവികാരങ്ങൾ നമ്മൾ സംരക്ഷിച്ചു. അതുപോലെ തന്നെ ഈ പറയുന്ന MLA മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു. MP മാരുടെ, കേരളത്തിലെ ജനപ്രതിനിധികളായ MP മാരുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി. അങ്ങനെയുള്ള ആശയവിനിമയങ്ങളെല്ലാം നടത്തി അത് ഞാൻ പറഞ്ഞല്ലോ, അത് ക്രോഡീകരിച്ചൊരു തീരുമാനം എടുത്തു പോകുന്നതല്ലേ അതിൻ്റെ ഒരു പക്ഷേ ജനാധിപത്യം അതിനു മുമ്പ് നടന്നല്ലോ. ജനാധിപത്യത്തിൻ്റെ താങ്കൾ പറയുന്നത് ജനാധിപത്യം എന്നാണല്ലോ. അപ്പോൾ ജനാധിപത്യം തിരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തീരുമാനിക്കുന്നതാണല്ലോ. പിന്നെ അതിനകത്ത് ഇടപെടുന്നത് ജനാധിപത്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കൂടുതൽ ഇടപെട്ട് നാളത്തെ ഒരു ഗ്രേസിനെ മോശമാക്കുന്നില്ല. എന്നാൽ പോലും VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്നാൽ ഈ ചോദ്യം അവിടെയുണ്ട്. അല്ല ഡോക്ടർ, ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ, അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നിൽക്കുന്ന ഒരു പ്രൊസീജിയറുകളുണ്ടല്ലോ. ആ പ്രൊസീജിയർ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ആ പ്രൊസീജിയറിൽ ഒരു മായവും ചേർക്കാതെ തന്നെ എല്ലാ രീതിയിലും എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടോ, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, ആ അഭിപ്രായ വ്യത്യാസങ്ങളെ എല്ലാം പരിഗണിച്ച് അഭിപ്രായ ക്രോഡീകരണം നടത്തി, ഞാൻ അങ്ങനെയാണല്ലോ പറയുന്നത്, ക്രോഡീകരണം നടത്തിക്കൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയായി ഒരാളെ തീരുമാനിക്കുന്നത്. ശരി, അതൊരു തരം ഒപ്പിക്കൽ എന്നാണ് പറയുക. ജനാധിപത്യത്തെ നിങ്ങളുടേതായ ഒരു രീതിക്ക് കോൺഗ്രസിനനുസരിച്ചുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഞാൻ ശരി.